നാട്യാഞ്ജലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ 19ാം വാർഷികമാണ് മെയ് 23, 24. 23-ാം തീയതി അരങ്ങേറ്റവും അതിൻ്റെ കൂടെ തന്നെ നൃത്തോത്സവം ഉണ്ട്. 24-ാം തീയതി മുദ്ര ഫെസ്റ്റിവലാണ്. ഈ 2 ഡേറ്റിലും എല്ലാവരും വന്ന് ഞങ്ങളുടെ നൃത്ത പരിപാടി കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം തരണമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാട്യാഞ്ജലിയെ പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നാട്യാഞ്ജലി കഴിഞ്ഞ 10-20 വർഷക്കാലമായി കൊട്ടാരയുടെ ഹൃദയഭാഗത്ത് തന്നെ നൃത്തത്തിന് തനതായ ഒരു മാർഗനിർദ്ദേശം നൽകി എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേപോലെ നൃത്തലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു കലാഗ്രാമമായി മാറിക്കഴിഞ്ഞു. നാട്യാഞ്ജലിയുടെ 19ാമത് നൃത്ത അരങ്ങേറ്റവും നൃത്തോത്സവവും മുദ്രയും ഈ വരുന്ന മെയ് 23, 24 തീയതികളിൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ആദ്യം തന്നെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മകൾ ഇവിടെ നാട്യാഞ്ജലി ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. UKG സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ മോൾക്ക് 11.5 വയസ്സുണ്ട്. ഇതിനിടയിൽ നമ്മൾ ദുബൈയിൽ പോയപ്പം അവിടെ തന്നെ അവരുടെ ബ്രാഞ്ചിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിരികെ നാട്ടിൽ വന്ന് വീണ്ടും നമ്മൾ നാട്യാഞ്ജലിയിലെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെയാണ് കുട്ടിയെ ചേർത്തിരിക്കുന്നത്. നമുക്കെന്നും സന്തോഷം തന്നെയാണ്. ഒന്നുമല്ലാത്ത കുട്ടിയെ ഇത്രയും 4 ആൾ അറിയുന്ന രീതിയിൽ നാട്യാഞ്ജലിക്ക് ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് എല്ലാ അമ്മമാരെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എൻ്റെ 2 മക്കളാണ് ഇവിടെ പഠിക്കുന്നത്, മോളും മോനും. അവർ 5 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. 2 വർഷം മുമ്പായിരുന്നു അവരുടെ അരങ്ങേറ്റം. അപ്പോൾ കൊട്ടാരക്കര മഹാഗണപതിയുടെ മുമ്പിൽ അവർ ചെലങ്കയണിഞ്ഞ് ആ വേദിയിൽ നിൽക്കുന്ന കാണാൻ തന്നെ ഈ പറയും പോലെ നാട്യാഞ്ജലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ്, അതിലെ അമർചന്ദ് ടീച്ചർ, ഇവരെല്ലാം കൃത്യമായ രീതിയിൽ ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് നല്ലവിധം കരുതലോടെയാണ് അവരെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ അവർ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു സംരംഭം നല്ല രീതിയിൽ വിജയകരമായി തീരട്ടെ എന്ന് ഭയങ്കര രീതിയിൽ ആശംസിക്കുകയാണ്. ഇതിപ്പോൾ 19ാമത്തെ വാർഷികം നടക്കുകയാണ് നാട്യാഞ്ജലിയുടെ. നിങ്ങളുടെ മക്കളാണെങ്കിൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നു. രാജമ്മ ടീച്ചറായാലും കണ്ണൻ സാറായാലും ശ്രീധറായാലും നല്ല രീതിയിലാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എൻ്റെ മകളും 3 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. നല്ല ശിക്ഷണത്തിലാണ് അവർ ഇവിടെ പഠിക്കുന്നത്. കണ്ണൻ ചേട്ടനായാലും എല്ലാ കാര്യങ്ങളും ആനുവൽ ഡേ ആയാലും എന്തുമായാലും നല്ല രീതിയിൽ നല്ല ശിക്ഷണത്തിലാണ് കൊച്ചുങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് ഞങ്ങൾ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ. നാട്യാഞ്ജലിയെ പറ്റി ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ്, നല്ല ഉത്തരവാദിത്വമാണ്. എനിക്ക് വയസ്സ് 63 എന്നിട്ട് ഇതുപോലെ നല്ലൊരു സ്കൂള് ഞങ്ങൾ കണ്ടിട്ടില്ല. അവനവൻ്റെ കുഞ്ഞുങ്ങളെ പോലെ വീട്ടിലൊരു അംഗത്തെ പോലെയാ പഠിക്കുന്ന സ്റ്റുഡൻസിനെ ആയാലും രക്ഷാകർത്താക്കളായാലും എല്ലാവരെയും കാണുന്ന നല്ല അഭിപ്രായമാണ്. ഞാനും ടീച്ചറിൻ്റെ പഴയ സ്റ്റുഡൻ്റാണ്. എന്നെ സ്കൂളിലൊക്കെ വെച്ച് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നാട്യാഞ്ജലി തുടങ്ങിയ സമയത്ത് പഴയ ബിൽഡിങ്ങിലായിരുന്നപ്പം ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മോളെ ഇവിടെ ചേർത്തത്. ഈ വർഷം ഈ ശനിയാഴ്ച മോളുടെ അരങ്ങേറ്റമാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് കറക്റ്റായിട്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെ രീതിയിൽ അവൾ നിന്ന് കളിക്കാൻ തുടങ്ങിയത്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ശനിയാഴ്ച ഗണപതി അമ്പലത്തിൽ ഗണപതി ഭഗവാന്റെ മുന്നിൽ സാധിക്കാൻ പോകുന്നത്. അതിന് ടീച്ചറിനും കണ്ണനും ഒരുപാട് ചേർന്നതേ ഉള്ളൂ. ജനുവരി മുതലാണ് ഇവിടെ പഠിക്കാൻ വന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബാച്ചിൽ തന്നെ ഈ വർഷം അരങ്ങേറ്റത്തിൽ കൂടെ കളിപ്പിക്കുന്നതല്ല എങ്കിൽ കൂടി സ്റ്റെപ്പ് ബാച്ച് കുഞ്ഞുങ്ങളെ ഈ വർഷം വേദിയിലോട്ട് സാർ ഇറക്കാമെന്ന് പറഞ്ഞ് അങ്ങ് ഇറക്കുകയാണ്. അതുകൂടെ അമ്മമാരുടെ ബാച്ചിൽ ഞാനും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം നല്ല അടക്കത്തോടെ ചിട്ടയോടെയാണ് സാറും ടീച്ചറായാലും കുട്ടികളെ പഠിപ്പിക്കുന്നത്. നല്ല സ്ട്രിക്റ്റ് എന്ന രീതിയിലാണ് പോകുന്നത്. എനിക്ക് വളരെ ഒരു 2 സ്ഥലത്ത് ഞാൻ കുട്ടിയെ ചേർത്തതിന് ശേഷമാണ് അവിടെ ഒന്നും ശരിയാകത്തോണ്ടാണ് നാട്യാഞ്ജലിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. അങ്ങനെ രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ 19ാം വാർഷികം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പ്രാക്ടീസിന് ഏത് സമയം കുട്ടികൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് സമയം ടീച്ചറായാലും ശ്രീധറായാലും ബാക്കി പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരായാലും അവരുടെ എപ്പോഴും അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും ഒരു മഹത്തായ കാര്യം എന്ന് പറയുന്നത്. ബാക്കി വേറെ
സ്കൂളുകളിൽ നിന്നും നമ്മുടെ നാട്യാഞ്ജലിയെ വ്യത്യാസപ്പെടുത്തുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. അത് വളരെ രക്ഷകർത്താവെന്ന രീതിയിൽ നമുക്ക് എപ്പോഴും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത്രയും ഡെഡിക്കേഷനോടെയും ഇത്രയും പെർഫെക്ഷനോടെയും കുട്ടികളെ കൊണ്ടു നടക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കൊല്ലം ജില്ലയിൽ നല്ല കേരളത്തിൽ തന്നെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം, നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതാണ് നമ്മുടെ നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. ഈ 19 എന്നുള്ളത് 50, 100 അത്രയും വാർഷികങ്ങൾ ആഘോഷിക്കാൻ ടീച്ചറിനും കണ്ണനും ശ്രീധരനും പഠിപ്പിക്കുന്ന ഐശ്വര്യ ആയാലും കൃഷ്ണ ആയാലും ഇവർക്കെല്ലാം ഇനിയും നല്ല നല്ല ഗുരുക്കന്മാർ ഇനിയും ഈ കുട്ടികൾ തന്നെ ഉണ്ടാവട്ടെ. ഇവിടെ പഠിച്ച കുട്ടികളാണ് കൃഷ്ണ ആയാലും ശ്രീധരായാലും ബാക്കി എല്ലാ ഗുരുക്കന്മാരായാലും. ഇനിയും നല്ല നല്ല ഗുരുക്കന്മാർ ഇനി നാട്യാഞ്ജലി ഉണ്ടായി വരട്ടെ ഈ കുട്ടികളിൽ നിന്നും. നാട്യാഞ്ജലിയിലെ 19ാമത്തെ വാർഷികാഘോഷം വളരെ ഗംഭീരമായി നാളെ കൊണ്ടാടുകയാണ്. ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ 4 വയസ്സ് മുതൽ അമ്മമാർ വരെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു വലിയ സന്തോഷം തന്നെയുണ്ട്. ഈ വർഷം ഒരു പ്രത്യേക ഒരു തീമിലാണ് മലയാള ചലച്ചിത്ര ലോകത്തിന് ഒരു ട്രിബ്യൂട്ട് നൽകിക്കൊണ്ടാണ് 2ാമത്തെ ദിവസത്തെ പ്രോഗ്രാം ഫുൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ എല്ലാം പഴയ ഓർമ്മകളിലേക്ക് നാട്യാഞ്ജലി നിങ്ങളെ കൊണ്ടുപോകും എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു പ്രോഗ്രാം കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ സദയം എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ഈ പ്രോഗ്രാമിലേക്ക്. നന്ദി, നമസ്കാരം.